സാർ സാർ, റാം സാറിന് ബോധം വന്നിട്ടുണ്ട്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. സീത, ഇത് കുടിക്ക്. വേണ്ട സർ, എനിക്കൊന്നും വേണ്ട. സീത, ഇത് കുടിക്കാതെ ഞാൻ തന്നെ ഇവിടുന്ന് പോകാൻ വിടില്ല. ബ്ലഡ് കൊടുത്തതല്ലേ, ക്ഷീണം കാണും. കുടിച്ചേ. റാമിനിപ്പോ എങ്ങനെയുണ്ട് സർ? അവനൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. എന്റെ കൂട്ടുകാരനെ ബ്ലഡ് കൊടുത്ത് രക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. പക്ഷേ ജീവൻ നിലനിർത്തിയതിന്റെ കടപ്പാടുണ്ടാവും. താങ്ക് യു സീത. എനിക്ക് റാമിനൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടാൽ മതി സർ. അത് മാത്രം മതി എനിക്ക്. ഡോണ്ട് വറി, തനിക്കുള്ള അത്രയും പ്രതീക്ഷ എനിക്കുണ്ട്. ആ വിശ്വാസമുണ്ട്. അവൻ വേഗം തിരിച്ചു വരും. സർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറയ്. ബ്ലഡ് കൊടുത്തത് ഞാനാണെന്ന് റാമിന്റെ വീട്ടുകാരും അറിയണ്ട. റാം ഇത് ഒരിക്കലും അറിയാൻ പാടില്ല. അല്ല സീത, പറയില്ലെന്ന് എന്റെ മേലെ സത്യം ചെയ്യണം സർ. ശരി. സീത, ഇത് ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. റാം നിങ്ങളെ മീറ്റ് ചെയ്യാൻ വന്ന കാര്യം എനിക്കറിയാം. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സർ, അത് അവൻ... സാർ, റാം സാർ കണ്ണു തുറന്നിട്ടുണ്ട്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോ വരാം. ഞാൻ പറഞ്ഞില്ലേ അവൻ തിരിച്ചു വരുമെന്ന്. അവനെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. വന്നേ, പോയി നോക്കാം. സർ, അവിടെ വീട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളോട് വേണോ സീത? വരൂ, ശ്രദ്ധിക്കണേ. ഇതൊക്കെ എന്ത് പരീക്ഷണമാണ് ഭഗവാനെ. എന്റെ കുട്ടിയുടെ ഈ കിടപ്പ് കണ്ടിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ ഈശ്വര. പിന്നെ എന്തിനാ രാമ ഞാൻ? അച്ഛാ, നിങ്ങൾ സമാധാനപ്പെട്. ഡോക്ടർ നമ്മളോട് പറഞ്ഞില്ലേ അപ്പൂന് എത്രയും വേഗം ഭേദാവുന്നു. എങ്ങനെയാ മോളെ ഞാൻ സമാധാനപ്പെടണ്ടേ? ഇത്രയും നേരം ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞിരുന്നതാ. ഈ അവസ്ഥയിൽ കാണണോ ഞാൻ ഇവനെ? ഡോക്ടറെ ഞാൻ അപേക്ഷിക്കുക, എന്ത് ചെയ്താലും കുഴപ്പമില്ല. എന്റെ കുട്ടി എനിക്ക് തിരിച്ചു തന്നാ മതി. എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. പ്ലീസ് പ്ലീസ്. ഇതെല്ലാം എന്റെ വിധിയാരാവാ. എന്റെ കൺമുന്നിലാ മകനും മരുമകളും മരിച്ചു കിടന്നേ. ഇവിടെ ഇവന്റെ മുഖം കാണുമ്പോ എനിക്ക് പേടിയാകുക. രാമ, ഇങ്ങനെ ഉറങ്ങില്ലേ മോനെ? രാമ, കണ്ണു തുറന്ന് നോക്കടാ. കണ്ണ് തുറന്ന് നോക്കടാ രാമ. മോനെ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല.
രാമ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞതാ ഞാൻ. എന്നിട്ടും ഈ ചെറിയച്ഛൻ ശരിയല്ല മോനെ. നിന്നോട് നേരത്തെ എല്ലാം ഞാൻ പറയണമായിരുന്നു. ഞാൻ പറയണമായിരുന്നു. എന്നിട്ടിപ്പോ ദുഷ്ടശക്തികളുടെ ദൃഷ്ടി പതിഞ്ഞില്ലേ? പക്ഷേ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരെ ഒരിക്കലും ഞാൻ ബ്രോ, റാമിനൊന്നും സംഭവിക്കില്ല. ഈ ഇഞ്ചുറിയിൽ നിന്ന് അവൻ വേഗം റിക്കവർ ആവും. നല്ല പ്ലെയർ ആവാൻ. ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ നോക്കിക്കോളൂ. ഇത് ഐസിയു ആണ്. വാ വാ, പുറത്തേക്ക് വാ. വാ വരാൻ. Ashok, have you lost your mind? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? ഡോക്ടർ പറഞ്ഞില്ലേ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം അലൗ ചെയ്താൽ മതിയെന്ന്. എംപ്ലോയീസിനെയൊക്കെ അകത്തേക്ക് വിളിച്ചോണ്ട് വരുന്നത് എന്തിനാ? നിനക്കെന്താ മനസ്സിലാവില്ലേ? അത് ആക്ച്വലി പ്ലീസ് അശോക്, അപ്പുവിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? സീത, നിനക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സർ, ഞാനെന്നാ ഇറങ്ങട്ടെ. സീത, വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല സർ. സമയമായി, ഞാൻ പോയിക്കോട്ടെ. എന്താ ഇവരിത്ര റൂഡായി പെരുമാറിയത്? പാവം സീത, രക്തം കൊടുത്ത രാമന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതാ. അയാളെങ്ങനെ അപമാനിച്ചോട്ടല്ലോ.
നീ ഇതൊക്കെ അറിയുന്നുണ്ടോടാ? നിന്റെ സീതയാണ് അവർ അപമാനിച്ചത്. ഈ സീത നിന്റെ ആരാണെന്ന് നീ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ അപമാനിക്കുന്നവരുടെ വായ അടയ്ക്കണം രാമ. ഇനിയിപ്പോ യെസ് മാം. ശ്രീരാം ദേശായി എവിടെയാ? സാർ ICUലാണ്. നേരെ പോയി ലെഫ്റ്റ് എടുത്താൽ മതി. താങ്ക് യു. താങ്ക് യു മാം. സോറി. ഇറ്റ്സ് ഓക്കെ. ഞാൻ റാമിനെ തിടുക്കം പിടിപ്പിച്ചുകൊണ്ടായിരിക്കും 24 മണിക്കൂറിനകം നീ സീതയുടെ അടുത്ത് പോയി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുമെന്ന് കണ്ടീഷൻ വച്ചിട്ടാ, പ്രഷർ കൊടുത്തിട്ടാ. എന്നിട്ടെന്തായി? ഒന്നും സംസാരിക്കാതെ. ഈ റാമിനെന്താ സൂക്ഷിച്ച് നടക്കാൻ അറിഞ്ഞൂടെ? സോറി, എന്തെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്നേ? അശോക, എനിക്ക് സീതയൊന്ന് കാണാൻ പറ്റുമോ? സീതയോ? എന്തിനാ? റാമേ കഷ്ടപ്പെട്ടെന്തോ പറയാൻ ശ്രമിക്കാന്ന് തോന്നുന്നു. അവൻ പറയുന്നത് മനസ്സിലാക്കാൻ സീതയ്ക്ക് മാത്രമേ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നോ, ഈ ആക്സിഡന്റ് നടക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് അവൻ സംസാരിച്ച അവളോടാ. സത്യോ സൂരി, അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാൻ ഹെൽപ്പ് ചെയ്യും. ശരി, ഞാൻ സീതയോട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. പറ്റുന്നത്ര വേഗം വന്ന് കാണാൻ പറയണം കേട്ടോ. എന്റെ കുട്ടിക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. അവന്റെ ജീവനാ മുഖ്യം. സംസാരിക്കൂ സൂരി. നീ സംസാരിച്ച് അവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവും. സീത റാമിനോട് അടുത്താൽ അവന്റെ കണ്ടീഷൻ ബെറ്റർ ആകും, എല്ലാം സോൾവ് ആകും. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ശ്രീരാം ദേശായി ഇവിടെയാണോ? അതെ. നിങ്ങള്? ചാന്ദിനി. നീ എന്താ ഇവിടെ? ഹായ് മേമ, ഹൗ ആർ യു? റാമിനെ കുറിച്ചുള്ള ന്യൂസ് കേട്ടിട്ട് വന്നതാ. ഹൗ ഈസ് ഹി? ചേച്ചി, ആരാ ഇത്? അത് ഞാൻ പിന്നെ പറയാം. നിനക്ക് പോണോന്ന് പറഞ്ഞില്ലേ? അവരെ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മേമ, ഞാൻ റാമിനെ കാണാനാ വന്നത്. എന്തൊക്കെയാണെങ്കിലും ഞാനും റാമും ഒരു കാലത്ത് ഐ വോണ്ട് ടു സീ ഹിം മേമ. പ്ലീസ്, ഒരേ ഒരു തവണ.
നോ. റാമിനെ കാണാൻ കഴിയില്ല. ഇവിടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമാണ് എൻട്രി. ഇത് ഭാർഗവി മേമത്ത് എന്ന ഓർഡറാണ്. അണ്ടർസ്റ്റാൻഡ്? നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് പോക്കോ. തിരിച്ചു വരേണ്ട ആവശ്യമില്ല. കമോൺ അശോക്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ എന്റെ റാമിനെ കാണാനാ വന്നത്. ജസ്റ്റ് ഒരേ ഒരു തവണ കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ട്രസ്റ്റ് മീ. അവൻ ഇങ്ങനെ സംഭവിച്ചെന്ന ന്യൂസ് കേട്ട് പേടിച്ചിട്ടാ ഞാൻ വന്നത്. നോ മീൻസ് നോ. അശോക്, അപ്പോ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലേ? ഇറ്റ് മസ്റ്റ് ബി ഹർ. 3 വർഷത്തോളം ഇവൾക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? ഇപ്പൊ ഏതായാലും ഇവളെത്തിയല്ലോ. ഇവളെ കണ്ടു കഴിഞ്ഞാ he might recover fast. ചാന്ദിനി, നീ ചെല്ല്. താങ്ക്സ് മേമ. മേമ, എന്തിനാ ഇങ്ങനെ ചെയ്തേ? അല്ല, ആ ചാന്ദിനെ കുറിച്ച് എല്ലാ കാര്യവും അറിഞ്ഞിട്ട് പോലും എന്തിനാണ് അകത്തേക്ക് വിട്ടത്? എന്തിനാ? രാമൻ അവൾ എത്ര വേണ്ടപ്പെട്ടതാണെന്ന് അറിയുന്നത് കൊണ്ടാ അവൾ അകത്തേക്ക് വിട്ടത്. അല്ല മേമ, ചാന്ദിനി എന്ന ചാപ്റ്റർ റാമിന്റെ ലൈഫിൽ ക്ലോസ് ആയതാ. ഇനി എങ്ങനെ ചാന്ദിനെ റാം കണ്ടു കഴിഞ്ഞാൽ അവൻ ഡിസ്റ്റർബ് ആവും എന്നല്ലാതെ വേറൊന്നുമില്ല. ഇൻഫാക്ട് അവൻ പറയാൻ ശ്രമിക്കുന്നതൊന്നും ചാന്ദിനിക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? അശോക്, പറ, ആർക്ക് വേണ്ടിയാ? സീതയാണെന്ന് ഞാൻ എങ്ങനെ പറയും? അശോക്, റാമിന് എന്താണ് നല്ലത്, എന്താണ് ചീത്തയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുഞ്ഞ, പ്ലീസ് കുറച്ചെന്തെങ്കിലും കഴിക്കുമോളെ. ഇങ്ങനായി നിനക്ക് വയ്യാതാവും കേട്ടോ. സീതമ്മ വന്ന് ഫ്രണ്ടിനെ കാണാന്ന് പറഞ്ഞാ നീ പിന്നെ എങ്ങനെയാ പോവാ? അതിനു വേണ്ടിയെങ്കിലും നീ എന്തേലും കഴിക്കേ. ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. എന്റെ ഫ്രണ്ടിനെ കാണാതെ ഞാൻ ഒന്നും തിന്നില്ല. കണ്ടു മോളെ, ഞങ്ങൾ രാവിലെ മുതൽ ഇത് തന്നെ പറഞ്ഞിരിക്കുക. ആര് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. സീതയോട് പറയാന്ന് വെച്ചാൽ അവള് ഫോണും കൊണ്ടുപോയിട്ടില്ല. സീതേ, രാമനിപ്പോ എങ്ങനെയുണ്ട് മോളെ? സീതമ്മ, എന്റെ ഫ്രണ്ടിനിപ്പോ എങ്ങനെയുണ്ട്? അവൻ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ടോ? അവൻ ചിരിക്കുന്നുണ്ടോ? അവൻ കരയായിരുന്നോ സീതമ്മ? പറ സീതമ്മ, പറ. സീതമ്മ, എന്റെ ഫ്രണ്ടിനിപ്പോ എങ്ങനെയുണ്ട്? അവൻ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ടോ? അവൻ ചിരിക്കുന്നുണ്ടോ? അവൻ കരയായിരുന്നോ സീതമ്മ? പറ സീതമ്മ, പറ. എംപ്ലോയീസിനെയൊക്കെ അകത്തേക്ക് വിളിച്ചോണ്ട് വരുന്നത് എന്തിനാ? നിനക്കെന്താ മനസ്സിലാവില്ലേ? സീത, നിനക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്റെ ഫ്രണ്ടിന് മുറിവ് പറ്റിയിട്ടുണ്ടോ? പറ.
അതെ സീത, നീ എന്താടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേ? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്കെന്തോ നല്ല പേടി തോന്നുന്നു. റാമിനിപ്പോ എങ്ങനെയുണ്ട്? എന്താ ഞാൻ പറയണ്ടേ? ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. സീതമ്മ, എന്റെ ഫ്രണ്ടിന്റെ മുറിവിൽ മരുന്ന് പറ്റിയിട്ടുണ്ടോ? അതോ ബാൻഡേജ് ഇടാനുള്ള മുറിവ് പറ്റിയിട്ടുണ്ടോ അവന്? മോളെ, അവൻ എത്ര വലിയ മുറിവാണെങ്കിലും അതൊക്കെ ആ ദൈവം എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കും. അവനൊന്നും സംഭവിക്കില്ല. നീ കരയല്ലേ മോളെ? സീതമ്മ, എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ? എനിക്കും എന്റെ ഫ്രണ്ടിനെ കാണണമായിരുന്നു. നീ ഒറ്റയ്ക്ക് പോയത് കണ്ട് സിഹി എന്താ കൊണ്ടുവരാതെന്ന് ചോദിച്ചില്ലേ? അവനതൊന്നും അറിയുന്ന അവസ്ഥയിലല്ലെന്ന് ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവന് വേഗം എല്ലാം ഭേദമാവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മോളെ. എല്ലാം ശരിയാവും മോളെ, പ്ലീസ്. സീത, നീ പോയപ്പോ മുതലേ ഇവളൊന്നും കഴിക്കാതിരിക്കുക. ഞങ്ങളൊക്കെ മാറി മാറി പറഞ്ഞിട്ടും ഇതുവരെ കുറച്ച് ഭക്ഷണം പോലും കഴിച്ചില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കേ. എനിക്കൊന്നും വേണ്ട.